നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെക്കാൻ തീരുമാനമായിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഏറ്റവും ആശ്വാസം നിറഞ്ഞ വാർത്തയാണ്. കൊല്ലപ്പെട്ട യമനീസ് പൗരന്റെ കുടുംബം എതിർത്തിട്ടില്ല എന്നതാണ് ഈ നിമിഷം നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നടപടി സാധ്യമായത് എന്നുകൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടി വരുന്നു. AK ലതീഷ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ലതീഷ്, ഏറ്റവും ആശ്വാസം നിറഞ്ഞ ഒരു വാർത്തയിലേക്കാണോ നമ്മൾ പോകുന്നത്? വധശിക്ഷ തൽക്കാലത്തേക്ക് നീട്ടിവെക്കുന്ന തീരുമാനത്തിലേക്കാണോ യമനിലെ കോടതി എത്തി നിൽക്കുന്നത്? എന്താണ് ഏറ്റവും പുതുതായി നമുക്ക് പറയാൻ പറ്റുന്നത്? യമനിലെ കോടതി ഈ വിഷയം ഗൗരവമായി പരിഗണിക്കുകയാണ്. റദ്ദാക്കണമെന്ന ആവശ്യമാണ്, തൽക്കാലത്തേക്കെങ്കിലും മരവിപ്പിക്കണം, നീട്ടിവെക്കണം എന്ന ഒരു ആവശ്യമാണ് നിമിഷപ്രിയയുടെ കുടുംബം അവിടെ ആവശ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനോട് അനുകൂലമായ ഒരു സമീപനം, നിലപാട് ഈ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അന്തിമമായി കോടതിയുടെ വിധി നിലവിൽ വന്നിട്ടില്ല. അനുകൂല വിധി ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് നിലവിൽ നമുക്ക് പങ്കുവെക്കാൻ കഴിയുക. ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ളതാണ് ഈ സനയിലെ കോടതി. ആ സനയിലെ കോടതിയാണ് ഇക്കാര്യം പരിഗണിക്കും. നേരത്തെ മനു സൂചിപ്പിച്ച പോലെ തന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഒരു സജീവമായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുടുംബത്തിന്റെ നിലപാടിൽ ചില മാറ്റങ്ങൾ വരുന്ന സാഹചര്യം ഉണ്ടായത്. ഒരുപക്ഷെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ കുടുംബം അനുകൂലമായ ഒരു സമീപനം സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ വധശിക്ഷ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഒരു സമീപനത്തിലേക്ക് അവർ എത്തിച്ചേരുന്നു എന്നത് വളരെ പോസിറ്റീവായ, ഏറ്റവും ആശ്വാസം നിറഞ്ഞ ഒരു കാര്യമായിട്ട് കാണാൻ പറ്റില്ല ഈ ഘട്ടത്തിൽ. തീർച്ചയായും ആ നിലയിലുള്ള ചർച്ചകളുടെ ഒരു അന്തിമ പരിണിതിയാണ് ഈ നിലയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കോടതിയുടെ മുമ്പാകെ വരെ ഈ വിഷയം എത്തിക്കാൻ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിലൂടെ സാധിച്ചിരിക്കുന്നു. ആ കുടുംബം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ നിലപാട് ആ കുടുംബം എടുത്തിരുന്നു. ദയാധനം ആവശ്യമില്ല, വധശിക്ഷ നടപ്പാക്കണം എന്ന് തന്നെയായിരുന്നു ഈ കുടുംബത്തിന്റെ ആവശ്യം. ആ ആവശ്യത്തിൽ നിന്ന് അവർ പിന്നോക്കം പോയി എന്ന് തന്നെ വേണം ഈ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തീരുമാനം അവർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഹൂത്തിയിലെ സനയിലുള്ള ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള കോടതിയാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. അങ്ങനെ ഒരു തീരുമാനം കുടുംബം മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്.